നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബ്രോക്കോളി തോരനാണ്. നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബ്രോക്കോളി എടുത്തിട്ടുണ്ട്. ഇത് മഞ്ഞളും ഉപ്പും കൂടി ഇട്ട വെള്ളത്തിൽ കുറേ നേരം ഇട്ടതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇതിനും കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതേപോലെ ഈ സ്റ്റെം ഉൾപ്പെടെയാണ് തോരനായിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്കിയും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അടുത്തത് ഇതിനി 2 പോർഷനായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ സ്റ്റെമ്മിന്റെ പാർട്ടൊക്കെ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. പിന്നെ ഈ ഒരു പാർട്ടും ഇതേപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇപ്പം ബാക്കി ഇതേപോലെ തന്നെ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം ദേ ബ്രോക്കോളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തോരനാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലോട്ട് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലോട്ട് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും 3 പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലോട്ട് ബ്രോക്കോളിയുടെ സ്റ്റെം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 2-3 മിനിറ്റ് കുക്ക് ചെയ്യാം. ആ ഒരു ടൈം കൊണ്ട് തോരനിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിനി മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. അപ്പം ദേ തേങ്ങയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ബ്രോക്കോളിയും തേങ്ങ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനി ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. 3-4 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് ആവി കയറ്റി എടുത്താൽ മതി. അപ്പം ദേ ഇത് റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഞാൻ ഇതിലോട്ട് മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 3 മുട്ടയിൽ കുറച്ച് ഉപ്പിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് തോരനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം 10-20 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മുട്ട ഈ തോരനിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ബ്രോക്കോളി തോരൻ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക്